Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iPadOS 16.1 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം 2.74 GB നമ്മുടെ ഈ ഒരു M1 iPad Airൽ വന്നിരിക്കുന്നത്. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും നമുക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iOS 16.1 റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 9.1 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13 അല്ലെങ്കിൽ macOS Ventura റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16.1 റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി HomePodOS 16.1 നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു iPadOS ഏതൊക്കെ ഡിവൈസിൽ സപ്പോർട്ട് ആവുമെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ കാണിക്കുന്ന എല്ലാ ഡിവൈസുകൾക്കും നമ്മുടെ ഈ പറയുന്ന iPadOS 16.1 നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു iPadOS 16.1 വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു iPadOSൻ്റെ ബിൽ നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും 20B82 എന്ന് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നീട് ആദ്യം വന്ന ചേഞ്ച് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെതർ ആപ്പിലാണ് നമുക്ക് ഏറ്റവും ആദ്യം വന്ന ചേഞ്ച് ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വെതർ ആപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐഫോണിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വെതർ ആപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആനിമേഷൻസ് റൺ ആവുന്നതും നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു വെതർ ആപ്പിൽ ഇപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഈ ഒരു സൈഡ് ടോഗിളിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലേസസിൻ്റെയും ആ ഒരു വെതർ കണ്ടീഷനും ആ ഒരു കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ iPadOSൽ വന്ന നല്ലൊരു മാറ്റം തന്നെയാണ്. പിന്നീട് വന്ന അടുത്ത മാറ്റമാണ് നമ്മുടെ ഈ ഒരു iPadOS 16.1ൽ എല്ലാവരും നോക്കിയിരുന്ന വെച്ചാൽ സ്റ്റേജ് മാനേജർ എന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്താൽ മതി. നമുക്കിവിടെ ഒരു പുതിയ ടോഗിൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാണ് സ്റ്റേജ് മാനേജർ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോമിലേക്ക് പോയി. ഞാൻ വെതർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ എടുത്ത 2 ടാബുകളും ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഫോട്ടോസ് ആപ്പും നമ്മുടെ സെറ്റിങ്സ് ടാബുമാണ് നമുക്ക് നേരത്തെ എടുത്ത ആ 2 റീസെൻറ്റ് ടാബുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു iPadOSൻ്റെ സ്റ്റേജ് മാനേജറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ പിന്നീട് നമ്മുടെ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നമുക്കിവിടെ ചെറിയൊരു ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ആ ഒരു ചിഹ്നത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എൻലാർജ് ചെയ്യാനും അതേപോലെ നമുക്ക് ഡിക്രീസ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നീട് മൾട്ടി ടാസ്ക് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്ത് പിടിക്കുക, നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ 2 ആപ്ലിക്കേഷൻസും നമുക്ക് എളുപ്പത്തിന് മൾട്ടി ടാസ്ക് ചെയ്യാനും പറ്റുന്നതാണ്. ഈ ഒരു ഓപ്ഷനും നമ്മുടെ സ്റ്റേജ് മാനേജർ വന്ന നല്ലൊരു മാറ്റം തന്നെയാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഫയൽ ആപ്പിലാണ്. ഫയൽ ആപ്പിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫയൽ ആപ്പിൽ ഇപ്പോൾ കുറേ അധികം ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോൻ്റെ ടൈം, ഡേറ്റ്, അതേപോലെ സൈസ് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് ഈ ഒരു സൈസുകൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇംപ്രവൈസേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഫോർമാറ്റ് ഒരു MOV ഫോർമാറ്റിലാണെന്ന് കരുതുക. ആ ഒരു MOV ഫോർമാറ്റ് നമുക്ക് MP4 ആക്കണമെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ മാക്ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു ഫയൽ ടാപ്പ് ചെയ്ത് പിടിക്കുക. ആ ടാപ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ റിനെയിം എന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ റിനെയിം എന്ന ഓപ്ഷൻ കൊടുത്ത് നമ്മളിപ്പോൾ .mp4 എന്നാക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിൻ്റെ ഫയൽ നേരെ MP4ലേക്ക് ജമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് മാറാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയുമ്പോൾ മനസ്സിലാവും അതൊരു വീഡിയോ ഫോർമാറ്റ് അല്ല, അല്ലെങ്കിൽ വീഡിയോ ഫയലല്ല, അതൊരു ഫോട്ടോ ഫയലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാത്തത്. പക്ഷേ ഈ ഒരു ഓപ്ഷനും നമ്മുടെ ഫയൽ മാനേജറിൽ ഇപ്പോൾ വന്ന മാറ്റമാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ്. ഫോട്ടോസ് ആപ്പിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്കിലേക്ക് പോയി നമ്മുടെ ഈ സൈഡിലെ ഈ ഒരു ടോഗിൾ ടാപ്പ് ചെയ്തതിനാൽ നമുക്കിപ്പോൾ കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ്
ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നൊരു ഓപ്ഷനും റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്നൊരു ഓപ്ഷനും. ഈ റീസെൻ്റ്ലി ഡിലീറ്റഡിന് തൊട്ടപ്പുറത്ത് നമുക്കൊരു ലോക്ക് ബട്ടൺ കാണാം. അതായത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആക്സസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റീസെൻ്റ്ലി ഡിലീറ്റഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ഡിവൈസിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും നമ്മുടെ ഈ ഒരു iPadOS 16.1 നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ iPadOS 16.1 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പുതിയ അപ്ഡേറ്റ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ഡേറ്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും, അതായത് നമ്മൾ നേരത്തെ റിലീസ് ചെയ്ത macOSഉം iOS 16.1ഉം അതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഡയറക്റ്റ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് നമ്മുടെ അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് thank you so much for watching this whole video. This is Abin Xavier signing from Evika.